യോഹന്നാന്റെ സുവിശേഷം 20-ാമത്തെ അധ്യായം 19-ാം തിരുവചനം വായിക്കുമ്പോൾ നീ തിരുവചനം ഇപ്രകാരമാണ് പറയുക: ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന്. ഇന്ന് ഒരു മാസത്തിൻ്റെ ആദ്യ ദിവസമാണ്. ഇതുപോലെ തിരുവചനം പറയുന്നു, ആഴ്ചയുടെ ആദ്യ ദിവസമായി അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കതക് അടച്ചിരിക്കെ യേശു വന്ന് അവിടെ മധ്യയിൽ നിന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഈ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 19-ാം വചനത്തിൻ്റെ അഭിഷേകം നമ്മിലേക്ക് കടന്നു വരാൻ വേണ്ടി ഒന്ന് വലതുകരം ഉയർത്തി പ്രാർത്ഥിച്ചു പറയാമോ? ഹല്ലേലൂയ. ഈ വചനം വലിയൊരു അഭിഷേകം നൽകുന്ന വചനമാണ്. ഈ വചനം വലിയൊരു വിടുതൽ നൽകുന്ന വചനമാണ്. ഈ വചനം അനേകം നമ്മിലുള്ള ബന്ധനങ്ങൾ, അനേക വർഷങ്ങളായ അനേക ബന്ധനങ്ങൾ എടുത്തു മാറ്റുന്ന ഒരു തിരുവചനം. നീ യേശുവിൻ്റെ കൂടെ നടന്നവരാണ്. യേശു പ്രത്യേകമായി തിരഞ്ഞെടുത്തവരാണ്. നീ കർത്താവായ ദൈവം തൻ്റെ സഭയുടെ തലവനായി നിയമിച്ച വ്യക്തി വരെ, പത്രോസ് വരെ നീ ആ കൂട്ടായ്മയിലുണ്ട് കേട്ടോ. ഈ അപ്പോസ്തലന്മാരെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, യേശു തനിക്ക് ഇഷ്ടമുള്ള 12 പേരെ, നീ കർത്താവായ യേശു തനിക്ക് ഇഷ്ടമുള്ള നീ 12 പേരെ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാരാക്കിയത്. നീ അവരിൽ ഒരാൾ മാത്രമാണ് നഷ്ടപ്പെട്ടു പോയത്. ഈ ബാക്കി 11 പേര് യേശുവിൻ്റെ കൂടെ ഉണ്ട്. പ്രിയമുള്ളവർ, ഈ 11 പേര് നീ കതക് അടച്ചിരിക്കുകയാണ്. നീ അവരെ കുറിച്ച് വചനം പറയും, ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന്. ഈ യഹൂദരെ ഭയന്ന് അവരെന്താണ് ചെയ്തത്? കതകടച്ചിരിക്കുകയാണ്. ഈ കതകടച്ചിരിക്കുന്ന ഒരു ശൈലി, പ്രിയമുള്ളവരെ, ഇതൊരു ബന്ധനമാണ്. ഈ കതകടച്ചിരിക്കുന്ന ഒരു ശൈലി, ഈ ഒരു ബന്ധനം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഈ ബന്ധനം യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 19-ാം വചനത്തിന് അഭിഷേകത്തെ തകരാൻ വേണ്ടി കരവയ്യെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നീ അനേകം വ്യക്തികളുമായിട്ട് സംസാരിക്കുമ്പോൾ, നീ അനേകം കുടുംബങ്ങളുടെ പ്രാർത്ഥന നിയോഗം കേൾക്കുമ്പോൾ, പല വ്യക്തികളും ജീവിതങ്ങളും കുടുംബങ്ങളും നീ അവർ ജീവിക്കുന്നത് കതകടച്ചിരുന്നാണ്. ഈ കതകടയ്ക്കുക എന്ന് പറയുന്നത് പ്രതീകാത്മകതയാണ്. ഇതിൻ്റെ പ്രതീകാത്മകതയാണ്, ഭയത്തിൻ്റെ അടയാളമാണ് ഈ കതകടയ്ക്കുക. നീ ഭയമില്ല, ധൈര്യമാണ് എങ്കിൽ കതകടക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ നിരവധിയായ ഭയം മൂലം ജീവിതകാലം മുഴുവൻ കതകടച്ചിരിക്കുന്ന അനേക ജീവിതങ്ങളിലേക്ക് കർത്താവ് കടന്നു വരാൻ വേണ്ടി കരമയ്യത്തി പ്രാർത്ഥിച്ചു പറഞ്ഞേ ഹല്ലേലൂയ. പിന്നെ ഒരിക്കലും ഒരു അമ്മയും മകളും ഈ താമറി വന്ന് ഈ ശുശ്രൂഷ ഏകദിന കൺവെൻഷൻ കൂടുമ്പോൾ ഈ അമ്മയുടെ മകളുടെ ജീവിതം കതകടച്ചിരിക്കുന്ന ഒരു ജീവിതമായിരുന്നു. എന്താണ് ഈ കതകടച്ചിരിക്കാൻ കാരണം? പ്രിയമുള്ളവരെ, ആ കുടുംബത്തിലെ കുടുംബനാഥൻ്റെ അപ്പൻ്റെ മദ്യപാനമായിരുന്നു. ഈ അപ്പൻ മദ്യപിച്ചു കഴിഞ്ഞ് നീ നീ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നീ ജീവിത പങ്കാളിയും മകളെയും എല്ലാം ഉപദ്രവിക്കും. ഇനി അനേകം വർഷമായിട്ട് അപ്പൻ്റെ ഉപദ്രവം സഹിച്ച് ഈ ജീവിത പങ്കാളിയും ഈ മക്കളും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നീ അവർ ഓരോ രാത്രിയും ഭയത്തോടെയാണ് കഴിയുക. നീ അങ്ങനെ ഭയന്ന് കഴിയുന്ന അനേക ജീവിതങ്ങളുണ്ട് കേട്ടോ. നീ അനുഗ്രഹമായി മാറേണ്ട ജീവിത പങ്കാളിയാണ്. നീ അനുഗ്രഹമായി മാറേണ്ട ഒരു കുടുംബനാഥന്. നീ ആ കുടുംബത്തിൽ വസിക്കുന്നവർക്ക് ആത്മധൈര്യം നൽകേണ്ട വ്യക്തിയാണ്. ഇങ്ങനെ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറേണ്ട വ്യക്തി, നീ മറ്റുള്ളവർക്ക് ഒരു അഭിഷേകമായി മാറേണ്ട വ്യക്തി, നീ മറ്റുള്ളവർക്ക് ഒരു ധൈര്യമായി മാറേണ്ട വ്യക്തി, നീ മറ്റുള്ളവർക്കൊരു ഭാരമായി, ഒരു ഭയമായിട്ട് മാറുന്നു. ഒരിക്കലും കുടുംബത്തിലെ അംഗങ്ങൾ വന്ന് ഇവിടെ ശുശ്രൂഷ കൂടിയപ്പോൾ ഒരു കണ്ണുനീരോടെ എന്നോട് പറഞ്ഞു, നിങ്ങൾ പല രാത്രിയും കഴിയുക വീട്ടിലെല്ലാം സമീപത്തെ പറമ്പിലാണ്. നീ വീട്ടിൽ കഴിയേണ്ടവനാണ്. രാത്രിയിൽ വീടാണ് ഒരു വ്യക്തിക്ക് സുരക്ഷിതത്വം നൽകുക. നീ വീട് നൽകേണ്ട സുരക്ഷിതത്വം അവർക്ക് ലഭിക്കാതെ പോവുകയാണ്. നീ അവർക്ക് സുരക്ഷിതമല്ലാത്ത, നീ അവരുടെ വീടിന് പുറത്തുള്ള പറമ്പാണ്. നമുക്കറിയാം, പറമ്പ് ആ തുറന്ന പ്രദേശം. നീ അവിടെ സുരക്ഷിതത്വമില്ല കേട്ടോ. ഇന്ന് സുരക്ഷിതത്വം നേടിപ്പോയി ഇരിക്കുന്നത് ഈ സുരക്ഷിതത്വം ഇല്ലാത്ത ഈ പറമ്പിലാണ്. സുരക്ഷിതം നൽകുന്ന ഭവനത്തില് നീ സുരക്ഷിതത്വമില്ല, ഭയമാണ്. ഇങ്ങനെ വീട്ടിലെ ജീവിത പങ്കാളി ഉപദ്രവിക്കുന്ന വ്യക്തിയാണ്. ഈ മദ്യപാനം കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കുടുംബാംഗങ്ങളെല്ലാം അകാരണമായി ഉപദ്രവിക്കും. ഈ ഉപദ്രവം ഭയന്നാണ് പ്രിയമുള്ളവർ ഈ വ്യക്തി, ആ കുടുംബാംഗങ്ങള് നീ ബാക്കിയുള്ളവർ ഭയപ്പെട്ട് അതേ വെളിയിൽ പറമ്പിൽ പോയി അവര് രാത്രി കഴിച്ചു കൂട്ടുക. ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് ജീവിതങ്ങൾ കഥകടച്ചിരിക്കുന്നവരുണ്ട്. നീ ചില ജീവിതങ്ങൾ കഥകടച്ചിരിക്കാൻ കാരണം നീ നിരവധി പ്രാപിച്ച ഒരു പരീക്ഷ എഴുതിയ പരീക്ഷ നീ വീണ്ടും വീണ്ടും അത് പരാജയപ്പെട്ടു പോവുകയാണ്. ഇനിയൊരു പരീക്ഷ എഴുതാൻ വേണ്ടി നീ ഇതിനൊരു ആത്മധൈര്യമില്ലാതെ ഈ പരീക്ഷ എഴുതുന്ന മേഖലയിൽ കഥകടിച്ചിരിക്കുന്ന ജീവിതങ്ങളുണ്ട്. ആ ജീവിതങ്ങളിലേക്ക് ഈശോ വരാൻ വേണ്ടി കരവയ്യത്ത് പറഞ്ഞേ ഹല്ലേലൂയ. നീ ചിലര് കണ്ണുനീരോട് പറയാറുണ്ട്, അച്ഛാ
നീ നിരവധി ബിസിനസ് മാറി മാറി ചെയ്യുന്ന ബിസിനസ് എല്ലാം അത് പരാജയമായി മാറി. അച്ഛനി നീ ചെയ്യാൻ എനിക്ക് ഭയമാണ് കേട്ടോ. നീ ചെയ്ത് 2-3 ബിസിനസ് മാറി മാറി ചെയ്ത, ഇല്ലെങ്കിൽ 2-3 കൃഷി രീതികൾ മാറി മാറി പല രീതിയിലും കൃഷി രീതികൾ അവലംബിച്ചതാണ്. എന്നാൽ വിളവെടുപ്പിൻ്റെ സമയമായി ഇപ്പോൾ വില കുറഞ്ഞ് കൃഷി മേഖലയിലൂടെ ഭീമമായി കടബാധ്യത വരികയാണ്. ഈ കഴിഞ്ഞ നിരവധി ശനിയാഴ്ച ഒരു കുടുംബനാഥൻ കണ്ണുനീരോട് പറയുന്ന ഒരു കാര്യമാണ് വെച്ചാൽ ജപ്തിയാണ് കേട്ടോ എന്ന് പ്രാർത്ഥിക്കണം. നീ 55 ലക്ഷം രൂപയുടെ കടബാധ്യതയാണ്. ഈ 55 ലക്ഷം രൂപയുടെ കടബാധ്യത ഈ നീക്കം എടുത്ത് മദ്യപാനത്തിനൊന്നും ചെലവഴിച്ചതല്ല കേട്ടോ. ഒരു മദ്യപാനിയെ പുകവലിയില്ലാത്ത നല്ലൊരു കുടുംബനാഥൻ അങ്ങനെയുള്ള ജീവിതങ്ങളെ കാഴ്ചവെച്ച് നന്ദിയുടെ കരവെയ്തെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ചതാണ്. നീ ജീവിതം പങ്കാളി, മക്കള്, ഭാവി കുടുംബം ഇതെല്ലാം ഒരു അനുഗ്രഹമായി മാറാൻ വേണ്ടി പ്രിയമുള്ള ഈ അപ്പൻ ഈ ലക്ഷക്കണക്കിന് രൂപ ഇങ്ങനെ വായ്പ എടുത്ത് ലോൺ എടുത്ത് ഓരോരോ കൃഷി മാറി മാറി ചെയ്തു. ഇന്ന് ചെയ്ത കൃഷിയെല്ലാം പരാജയപ്പെട്ടു. ഈ ചെയ്ത കൃഷിയെല്ലാം പരാജയപ്പെട്ട് കൃഷിയിൽ പരാജയത്തിലൂടെ കടന്നു വന്ന കടബാധ്യതയാണ് 55 ലക്ഷം രൂപ. എന്നോട് കണ്ണുനീരോടെ എൻ്റെ വലുതി പിടിച്ച് പറഞ്ഞ വെച്ചാൽ എനിക്ക് പേടിയാവുന്ന വെച്ചാൽ എനിക്ക് ഇനി ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല. ഈ കടബാധ്യത ഞാൻ എങ്ങനെ വീട്ടും? നീ വീട്ടിൽ ജീവിതമങ്ങാളിയോട് പറഞ്ഞ് മക്കളോട് പറഞ്ഞപ്പോൾ മക്കൾ പറഞ്ഞ് വാക്യതാണ്, ജീവിതമങ്ങാളി പറഞ്ഞ വാക്യതാണ്, നീ അപ്പനുണ്ടാക്കി വരുത്തി വെച്ച് കടബാധ്യത അപ്പം വീട്ടിക്കോണം. എന്നാൽ അപ്പൻ്റെ ഒരു രൂപ പോലും നഷ്ടപ്പെടുത്തി കളഞ്ഞതല്ല കേട്ടോ. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് ഞാൻ നിങ്ങൾ നോക്കുമ്പോൾ നീ കഥം കടച്ചിരിക്കുന്നൊരു ശൈലി, ഇതൊരു ബന്ധനമാണ്. നീ ഉള്ളിലേക്ക് വലിഞ്ഞ് ഏതെങ്കിലും മേഖലയിൽ തകർന്ന് പരാജയപ്പെട്ട് കഥം കടിച്ചിരിക്കുന്ന ഒരു ബന്ധനമുണ്ടെങ്കിൽ ആ ബന്ധനം തകരാൻ വേണ്ടി കരമയ്യെത്തി ഒരു കൂടി പ്രാർത്ഥിച്ചു പറഞ്ഞേ ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലെ കുടുംബത്തിലോ ഈ കഥം കടിച്ചിരിക്കുന്ന ഈ ബന്ധനം ഇത് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഈ ബന്ധനം തകർക്കാൻ ആർക്ക് കഴിവുണ്ട്? ഈശോയ്ക്ക് കഴിവുണ്ട്. നീ ഇങ്ങനെ കഥ കടിച്ചിരുന്ന, നീ യഹൂദന്മാരെ ഭയന്ന് ഈ കഥ കടിച്ചിരുന്ന വ്യക്തികളുടെ ഈ അപ്പസ്തലന്മാരുടെ മുമ്പിലേക്കാണ് നീ ആര് കടന്നു വരിക? ദൈവം കടന്നു വരിക. അവിടെ ജീവിതത്തിൽ കഥ കടിച്ചിരിക്കുന്ന ഒരു ശൈലി ഉണ്ടെങ്കിൽ, ജീവിതത്തിൽ കഥ കടിച്ചിരിക്കുന്ന ഒരു ഭയത്തിൻ്റെ ഉൽക്കണ്ഠയുടെ ബന്ധനമുണ്ടെങ്കിൽ ഈ ബന്ധനത്തിൽ കഴിയുന്ന വ്യക്തികൾ, ഈ ഭയത്തിൽ കഴിയുന്ന വ്യക്തികളെ കർത്താവ് ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്? സ്നേഹിക്കുന്നുണ്ട്. നീ കർത്താവിന് വേണമെങ്കിൽ എങ്ങനെ ചിന്തിക്കാം? നീ താൻ വളർത്തിക്കൊണ്ട് വന്ന അപ്പസ്തലന്മാരാ, നീ താൻ ഒരുപാട് കാര്യം പറഞ്ഞു കൊടുത്തതാണ്. നീ അത് കഴിഞ്ഞ് ഒരു ഭയത്തിൽ കഴിയുകയാണ്. ഈ ഭയം മാറി നീ അവർ കഥ തുറന്നതിന് ശേഷം നീ അവിടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാം എന്നല്ല ഈശോ വിചാരിച്ചത്. ഈ ഭയന്ന് കഥ കടിച്ചിരിക്കുന്ന സമയം തന്നെയാണ് നീ കർത്താവ് അവിടെ ജീവിതത്തിലേക്ക് കടന്നു വരിക. നീ ജീവിതത്തിൻ്റെ ഏതെങ്കിലും മേഖലയിൽ ശ്രദ്ധിക്കണേ, ഈ കഥ കടിച്ചിരിക്കുന്ന ശൈലി ഉണ്ടെങ്കിൽ, ഈ ഒരു ബന്ധനം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, നീ ചെയ്ത കാര്യമെല്ലാം ഒരു പരാജയമായി മാറിയെങ്കിൽ, ചില വ്യക്തികളെ ഭയന്ന് കഴിയുന്ന ജീവിതമാണെങ്കിൽ, പ്രിയമുള്ളവരെ അങ്ങനെയുള്ള വ്യക്തികളെ അങ്ങനെയുള്ള കുടുംബങ്ങളിലേക്ക് നീ കർത്താവായ ഈശോ വളരെ വേഗം കടന്നു വരും. പ്രിയമുള്ളവരെ അമ്മയും ഒരു മകളും താപോരി വന്ന് ശുശ്രൂഷ കൂടുമ്പോൾ നീ കഴിഞ്ഞ 2 വർഷമായി അവരുടെ ജീവിതം കഥം കടിച്ചിരിക്കുന്ന ശൈലി. കാരണം അപ്പൻ മദ്യപാനത്തിന് കഴിയുന്ന വ്യക്തി. ഈ അപ്പനോടൊരു വാക്ക് പറയാൻ, ഈ അപ്പ നീ കുടിക്കരുതേ, ഈ ഒരു കാര്യം പറയാൻ പോലും ഈ അമ്മയ്ക്കും പ്രിയമുള്ളവരെ ഈ മക്കൾക്ക് ഭയമാണ്. അങ്ങനെ മക്കളിലൊരു മകളും ഈ അമ്മയും താപോരി വന്ന് ശുശ്രൂഷ കൂടുമ്പോൾ ദൈവത്തിന് ആത്മാവ് അഭിപ്രായത്തിൽ നൽകിയ ഒരു സന്ദേശം ഇതാണ്: 90 ദിവസം നീ കർത്താവ് ആ കുടുംബത്തിൽ പ്രത്യക്ഷപ്പെടാൻ, പ്രിയമുള്ളെ ഭയന്ന് കഥകടച്ചിരിക്കുന്ന കുടുംബത്തിലേക്ക് ഈശോ കടന്നു വരാൻ വേണ്ടി 90 ദിവസം. ഈ കഴിഞ്ഞ 2 വർഷമായി മദ്യപാനത്തിൽ കഴിയുന്ന ഈ അപ്പന് ഈ താമ്പോർന്ന് കൊണ്ടുപോകുന്ന ബെഞ്ചിരീസ് വെള്ളം അതേ അറിയാതെ രാവിലെയും വൈകിട്ടും കുടിക്കാൻ കൊടുക്കണം. ഈ കഥ കടിച്ചിരിക്കുന്ന കുടുംബത്തിലേക്ക് ഈ ബെഞ്ചിരീസ് വെള്ളം കൊടുക്കുമ്പോൾ കർത്താവായ ഈശോ പ്രത്യക്ഷപ്പെടും. ഈ നിൽക്കുന്ന എനിക്കോ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഈ കഴിഞ്ഞ 2 വർഷമായി അതിശക്തമായി മദ്യപാനത്തിന്റെ ബന്ധനത്തിൽ കഴിയുന്ന, നീ കുടുംബത്തിൽ ഭീതി പരത്തുന്ന, ജീവിതപങ്കാളി മക്കൾ ഭയപ്പെട്ട് കഥ കടിച്ചിരിക്കുന്ന ഈ കുടുംബനാഥൻ, ഈ വ്യക്തി അറിയാതെ ഈ വ്യക്തിയുടെ ഉള്ളിലേക്ക് ഈ ബെഞ്ചിരീസ് വെള്ളം 4 ദിവസം ചെന്നതേയുള്ളൂ. 4ാമത്തെ ദിവസം ഈ അപ്പൻ അമ്മയെ വിളിച്ച് പറഞ്ഞ്, എന്താണെന്നറിയില്ല, എനിക്ക് മദ്യപിക്കാൻ തോന്നുന്നില്ല. ഈ ഭയന്ന് കഥ കടിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു ശൈലി ശ്രദ്ധിക്കണേ, അത് പഠന മേഖലയെ കഥ അടച്ചിരിക്കുന്ന അവസ്ഥയാണ്, നീ ജോലി മേഖലയെ കഥ അടച്ചിരിക്കുന്ന അവസ്ഥയാണ്. നീ ജോലിക്ക് വേണ്ടി അനേകം നാളുകളായിട്ട് ശ്രമിക്കുന്നു. നീ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി പറഞ്ഞാൽ ഒരു ജോലിക്ക് വേണ്ടി അയക്കാത്ത സ്ഥലങ്ങളില്ല. നീ കേരളത്തിലും നീ അന്യ സംസ്ഥാനം അന്യ രാജ്യങ്ങളിൽ ഞാൻ എവിടെ ഒരു ദിവസം 40 സ്ഥലങ്ങളിലെങ്കിലും ജോലി കിട്ടാൻ വേണ്ടി അപേക്ഷ വയ്ക്കുന്നു. നീ വലിയ ഉപരിപഠനമുള്ള വ്യക്തിയാണ് കേട്ടോ.
ഇന്ന് ഈ കഴിഞ്ഞ് ഓരോ ദിവസവും ഇങ്ങനെ അപേക്ഷ വയ്ക്കുന്നു, നീ എന്നാൽ ആ ജോലി മേഖല തുറക്കപ്പെടുന്നില്ല. നീ ഈ മേഖലയിൽ ഒരു ഭയം കയറി വരികയും, നീ എനിക്കും ജോലിയില്ലേ, നീ ജോലിയില്ല, ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും? നീ വലിയ പ്രതീക്ഷയോടെയാണ് വിദേശ രാജ്യങ്ങളില് ലക്ഷക്കണക്കിന് രൂപ മുടക്കി ചെന്നതാണ് കേട്ടോ. നീ അവിടെ ചെന്നിട്ട് ഒരു ഫുൾ ടൈം ജോലി പോയിട്ട് പാർട്ട് ടൈം ജോലി പോലും കിട്ടുന്നില്ല. നീ ജീവിതത്തിന് ഏതെങ്കിലും മേഖല നീ കഥകടച്ചിരിക്കുന്ന ഒരു ശൈലി നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, നമ്മളിങ്ങനെ കഥകടച്ചിരിക്കുക, നീ കഥകടച്ചിരുന്ന് യേശുവിൻ്റെ പ്രിയപ്പെട്ട അപ്പസ്തലന്മാരുടെ മുമ്പിലാണ് കർത്താവായ യേശു പ്രത്യക്ഷപ്പെടുക. ആ ദൈവമാണ് അവിടെ പറയുക, നിങ്ങൾക്ക് എന്തുണ്ടാകണം? സമാധാനമുണ്ടാകണം. ഈ കഥകടച്ചിരിക്കുന്ന ജീവിതങ്ങളിൽ സമാധാനം നൽകാൻ ഈ കർത്താവായ യേശുവിന് മാത്രമേ സാധിക്കൂ. ഈ കുരിശ് കിടക്കുന്ന ദൈവത്തെ കുറിച്ച് വചനം പറയുക, ഈ ദൈവം സമാധാനം നൽകുന്ന ദൈവമാണ്. ഇത് എവിടെയാണ് വചനം പറയുക? ഈ ദൈവം സമാധാനത്തിന് ദൈവമാണ് എന്ന്. ഈ ഭയന്ന് കഴിയുന്ന കഥകടച്ചിരിക്കുന്ന ജീവിതങ്ങളിൽ സമാധാനം നൽകാൻ ഈ കർത്താവായ യേശുവിന് മാത്രമേ സാധിക്കൂ. ഈ ദൈവം സമാധാനത്തിന് ദൈവമാണ് എന്ന് തിരുവചനം എവിടെയാണ് പറയുക? പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കയിലെ സഭയ്ക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 3-ാം അധ്യായം 16-ാം തിരുവചനം. ഈ കർത്താവ് ആരാണ്? സമാധാനത്തിന്റെ കർത്താവാണ്. അങ്ങനെ കഥ കാണിച്ചിരിക്കുന്ന ശൈലി ജീവിതത്തിന് ഏതെങ്കിലും മേഖലയിലുണ്ടെങ്കിൽ ഈ കഥക തുറന്നു തരാൻ, നീ ആ ജീവിതങ്ങളിൽ കടന്നു വരാൻ, ആ ജീവിതങ്ങളിൽ സമാധാനം നൽകാൻ ഈ കർത്താവിന് മാത്രമേ സാധിക്കൂ.